ഇപ്പൊ ഗണേഷ് കുമാറിന്റെ ആത്മവിശ്വാസം ചിലപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതിനു മുമ്പും അദ്ദേഹത്തിന് ഒരു ഡസൻ പ്രണയങ്ങൾ എന്ന പോലെ തന്നെ ഒരു ഡസൻ ഭാര്യമാരുമുണ്ട്. ഇതിലൊന്നും നമുക്ക് ആർക്കും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാര്യം രാജ്യത്തെ നിയമം അത് അനുവദിക്കുന്നുണ്ട്. അപ്പൊ ആ മുൻ ഭാര്യയുടെ പേരിൽ ഒരു സർക്കാരിനെ താഴെ ഇറക്കിയിട്ടു അയാൾ അവിടെ ജയിച്ചു. അത് ഒരുപക്ഷെ കാലങ്ങളായുള്ള എന്താ പറയുന്നത് അവരുടെ പാർട്ടിയോടുള്ള വേരോട്ടമാവാം. അങ്ങനെ പല ഫാക്ടറുകളും അതിനകത്ത് വർക്കായിട്ട് ഉണ്ടാവാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഈ തവണ ഗണേഷ് കുമാർ ആയിരിക്കും ഏറ്റവും ആദ്യം തോറ്റുപോകാൻ പോകുന്ന മന്ത്രി എന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഇനി ജനങ്ങളുടെ അറിവിലേക്ക് നേരത്തെ ഇടതു പ്രതിനിധിയോട് ചോദിച്ചപ്പോൾ ഞാനാണോ എഫ്ഐആർ എടുക്കേണ്ടത് എന്ന കണക്കിനാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട കേസ് ലോസ് ആണ് രാജ്യത്തുള്ളത്. ഒന്ന് ലളിതകുമാരി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് UP 2014. ലളിതകുമാരി കേസ് എപ്പോഴും നമ്മൾ പല ഇത്തരം കേസുകളിലും എടുത്തുപയോഗിക്കുന്ന കേസാണ്. രണ്ട് പ്രധാനപ്പെട്ട ഒരു കേസ് നിപുൺ സക്സേന വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ് 2018. ഈ ലളിതകുമാരി കേസിൽ ഇത്തരം കേസുകളിൽ ഒരു ഗൈഡ് ലൈൻ തന്നെ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 1025 പേജുള്ള വിധിയായിരുന്നു. അതിന്റെ 122 പേജ് പോലീസിനുള്ള ഡയറക്ഷൻസ് ആയിരുന്നു. ഇത്തരം കേസുകളിൽ എന്ത് ചെയ്യണം? ഒന്ന്, no discretion. Police officer cannot refuse to register an FIR based on the doubts about the credibility of the information. ഇൻഫർമേഷൻ ഫോണിൽ കിട്ടിയാൽ, വെർബലി കിട്ടിയാൽ, അടുത്തുള്ള വീട്ടിലെ ചേട്ടൻ വിളിച്ചു പറഞ്ഞിട്ടാണ് ഇൻഫർമേഷൻ കിട്ടുന്നതെങ്കിൽ പോലും ആ ക്രെഡിബിലിറ്റിയുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി, ആ ക്രെഡിബിലിറ്റി ചിന്തിച്ചുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യാൻ ആര് വൈകരുത്? പോലീസ് ഉദ്യോഗസ്ഥൻ വൈകരുത്. രണ്ട്, ഓറൽ ഇൻഫർമേഷൻ. ഇഫ് എ വിക്ടിം ഓർ ഇൻഫോർമന്റ് gives information orally, the police officer is legally required to reduce it to writing. അതായത് ഈ ഇൻഫോർമന്റിനോ അല്ലെങ്കിൽ വിക്ടിമിനോ വാക്കാൽ വിളിച്ചു പറയാം. അത് എഴുതിയെടുക്കേണ്ടതും അത് FIR-ന്റെ മൊഴിയാക്കി മാറ്റേണ്ടതിന്റെ ഉത്തരവാദിത്തം, പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ആ കൺസേൺഡ് പോലീസ് ഉദ്യോഗസ്ഥനെയാണ്. ഇനി പ്രധാനപ്പെട്ട രണ്ട് കാര്യമുണ്ട്. ഒന്ന്, സുവോമോട്ടോ ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വമേധയാ കേസെടുക്കണം. രണ്ട്, 164 സ്റ്റേറ്റ്മെന്റ്. ആ 164 സ്റ്റേറ്റ്മെന്റിന് വേണ്ടി ഏറ്റവും ഇമ്മീഡിയറ്റ് അവർ ഓഫ് ഈ പറയുന്ന പ്രശ്നമുണ്ടായതിന്റെ ഏറ്റവും ആദ്യ മണിക്കൂറിൽ തന്നെ അടുത്തുള്ള ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഈ വിക്ടിമിനെ എത്തിക്കണമെന്നാണ് പറയുന്നത്. 164 രേഖപ്പെടുത്താൻ. ആ 164 രേഖപ്പെടുത്താൻ അവരെ എത്തിച്ചാൽ മാത്രം പോരാ, മെഡിക്കൽ റിപ്പോർട്ട് ലഭ്യമാകാൻ വേണ്ടി ഉടനെ തന്നെ അവരെ അടുത്തുള്ള അത് റേപ്പ് പോലുള്ള കേസുകളിൽ മാത്രമാണോ? അത് ഇതൊരു കോഗ്നിസിബിൾ ഒഫൻസ് ആണോ? അത് തടഞ്ഞു വെക്കുക, കയ്യേറ്റം ചെയ്യുക എന്നുള്ളത്? കയ്യേറ്റം ചെയ്യുന്ന കേസിലും അത് ചെയ്യണമെന്ന് നിപുൺ സക്സേന കേസിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. ലളിതകുമാരി കേസിൽ റേപ്പ് കേസ് മാത്രമാണെന്ന് പറയുന്നു. പക്ഷെ 2014 ലളിതകുമാരി കേസ്. 2018 നിപുൺ സക്സേന വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ആ കേസിൽ ഇങ്ങനെ ഒരു പരാതി വന്നാൽ പോലും, അതായത് കയ്യേറ്റം ഉണ്ടാവുന്നത്, ആ കയ്യേറ്റം ഉണ്ടായത് ഏത് രീതിയിലാണെന്ന് ആ സ്ത്രീ പറഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുക. ഫോൺ പിടിച്ചു മേടിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ മുറിവേറ്റിട്ടുണ്ടോ, അവർക്ക് ക്ഷതമുണ്ടായിട്ടുണ്ടോ, അവരുടെ മാനം ഹനിക്കുന്ന രീതിയിൽ, അവരുടെ വസ്ത്രധാരണത്തെ ബാധിക്കുന്ന രീതിയിൽ ഇവർ പെരുമാറിയിട്ടുണ്ടോ, ഇതൊക്കെ മനസ്സിലാവുന്ന എപ്പോഴാണ്? ഒന്ന്, ഇവരുടെ പരാതി ആ ഒരു മൊഴി എന്ന കണക്കിന് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുമ്പോഴാണ്. രണ്ട്, മെഡിക്കൽ റിപ്പോർട്ട്. അത് പ്രധാനപ്പെട്ടതാണ്. അതായത് ഗോൾഡൻ അവർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് നമുക്ക് ഈ ഒരു കേസായിട്ട് എടുത്താൽ ആ ഗോൾഡൻ അവർ ആര് നഷ്ടപ്പെടുത്തി? ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നഷ്ടപ്പെടുത്തി. ആ സമയത്ത് മന്ത്രിക്ക് ഇത് സെറ്റിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. ഒരുപക്ഷെ മന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കാണും, എനിക്കൊരു 24 മണിക്കൂർ തരൂ, അതിനുള്ളിൽ ഞാൻ ഇത് സെറ്റിൽ ചെയ്തേക്കാം എന്ന് പറഞ്ഞു കാണും. ഈ സ്ത്രീ, ഇപ്പൊ ഞാൻ പറയട്ടെ, മന്ത്രിയുടെ പത്നി എന്നതിനൊക്കെ അപ്പുറത്ത് അവർക്ക് കുടുംബപരമായ ചില കമ്മിറ്റ്മെന്റുകൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ഗണേഷ് കുമാറിന് അവരുടെ കുടുംബത്തിൽ സ്വാധീനിക്കാൻ പറ്റുന്ന ചിലരുണ്ടാവാം. സാമുദായികമായോ രാഷ്ട്രീയപരമായോ ഇടപെടാൻ പറ്റുന്നവരുണ്ടാവാം. അത്തരത്തിലൊക്കെ ഇടപെടലുകൾ നടന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ഗണേഷ് കുമാറിന്റെ പ്രണയമോ ഗണേഷ് കുമാറിന്റെ ഈ പറയുന്നത് ശാസ്യമായതോ അനാശ്വാസ്യമായതോ ആയ പ്രവർത്തികളോ ഒന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഈ സംസ്ഥാനത്തെ പോലീസ് സേന, ഈ ഗണേഷ് കുമാർ തന്നെ മന്ത്രിയായിരിക്കുന്ന KSRTC-യിൽ അവൾക്കൊപ്പം എന്ന് പരസ്യമൊട്ടിച്ചിരിക്കുന്ന ഈ സംസ്ഥാന സർക്കാർ, ആ സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പോലീസ് സേനയുടെ കൂടി മന്ത്രിയായ പിണറായി വിജയൻ, ആ പിണറായി വിജയൻ സർക്കാരിന്റെ നിലപാടാണ് പ്രശ്നം. ആദ്യം ഇതേ മന്ത്രിയിൽ നിന്ന്, ഭാര്യ മാത്രമാണ് വ്യത്യാസം, ഇതേ മന്ത്രിയിൽ നിന്ന് മുൻ സർക്കാരിന്റെ കാലത്ത് പീഡനമുണ്ടായ ഒരു സ്ത്രീ ഇറങ്ങി വരുമ്പോ അപ്പൊ അങ്ങ് പറയും പരാതി ഉണ്ടെന്ന്. എന്തുകൊണ്ടാണ് പരാതി ഉണ്ടാവുന്നത്? അന്നത്തെ സർക്കാർ ആ പരാതിയുമായി സ്ത്രീ വരുമ്പോ FIR ഇടാൻ തയ്യാറായി. അല്ലാതെ സെറ്റിൽമെന്റിന് വേണ്ടി ഏതാ പറയുന്ന കവാത്തും മറന്ന് തൊപ്പിയും താഴെ ഇറക്കി വെച്ചിട്ട് മന്ത്രിയെ സല്യൂട്ട് അടിച്ച് മാറി നിന്നില്ല. അതുകൊണ്ടാണ് ആ കേസിൽ പരാതി ഉണ്ടാവുന്നത്. ഈ കേസിൽ പരാതി പോലും സ്വീകരിക്കാൻ തയ്യാറാവാതെ, അല്ലെങ്കിൽ അവർക്ക് പരാതി ഉണ്ടായിരുന്ന സമയത്ത് അതൊരു പരാതിയാക്കി മാറ്റാനുള്ള നടപടി സ്വീകരിക്കാതെ
മന്ത്രിക്ക് അവസരം ഉണ്ടാക്കി കൊടുത്ത് മാറി നിൽക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ 112 വിളിച്ചാൽ അല്ലെങ്കിൽ 118 വിളിച്ചാൽ, പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചാൽ ഏത് സ്ത്രീക്കാണ് ഈ സംസ്ഥാനത്ത് ഇത് കിട്ടുക, നീതി കിട്ടുക എന്ന് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. തിരുവനന്തപുരത്ത് ഒരു 9 മാസം മുമ്പാണ്, അജിംസിന് ഓർമ്മ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഒരു സ്ത്രീയെ ഒരു ടെക്നോ പാർക്കിൽ എന്തോ യുവതിയാണ്, അവര് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. ആ ഇറങ്ങി വന്ന സമയത്തുണ്ടല്ലോ, മുട്ടിക്കുത്തിന് പിടിച്ച്, അതായത് ബൈക്കിൽ വന്ന സംഘമാണ്, അവർ മുട്ടിക്കുത്തിന് പിടിച്ച് ഏതാണ്ട് 500 മീറ്ററോളം, 1/2 കിലോമീറ്ററോളം റോട്ടിലൂടെ വലിച്ചിഴച്ചോണ്ട് പോയി. മുൻകാല വൈരാഗ്യത്തിന് പുറത്താണ്. ആ സ്ത്രീ അവിടെ കടന്ന് വേദന അനുഭവിച്ച് അവരവിടെ നിന്ന് ഈ കൺട്രോൾ റൂമിൽ വിളിക്കുന്നുണ്ട്. ആ കൺട്രോൾ റൂമിൽ നിന്ന് പോലീസ് എത്താൻ 2.5 മണിക്കൂർ വൈകി എന്നാണ് മീഡിയാവിന്റെ ആർക്കൈവ്സിൽ കാണാം, അങ്ങ് എടുത്ത് നോക്കിയാൽ മതി. അങ്ങനെ ഒരു റിപ്പോർട്ട് അടക്കം ഈ സംസ്ഥാനത്തുണ്ട്. അപ്പോ സാധാരണക്കാരിയായ സ്ത്രീക്ക് തൊട്ട് ഈ മന്ത്രി പത്നിക്ക് വരെ ഈ സംസ്ഥാനത്ത് പോലീസ് സംവിധാനത്തിന് കീഴിൽ, ആ കുടക്കീഴിന് കീഴിൽ നീതി കിട്ടുന്നില്ല എന്ന് പ്രധാനപ്പെട്ട വിഷയമല്ലേ. അതല്ലേ ചർച്ച ചെയ്യേണ്ടത്. ഞങ്ങൾ അതുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, അതായത് മന്ത്രിയുടെ 10 സെക്കൻഡ് മന്ത്രിയുടെ അടുക്കളപ്പുറത്തേക്കോ അദ്ദേഹത്തിന്റെ ശാസ്യമായതോ അനാശാസ്യമായതോ ആയ പ്രവൃത്തികളിലേക്കോ അദ്ദേഹത്തിന്റെ പ്രണയലേഖനങ്ങളുടെ സാഹിത്യ ഭംഗിയിലേക്കോ ഒന്നും കടക്കാൻ ഞങ്ങളില്ല. അത് അദ്ദേഹത്തിന്റെ പണി, അദ്ദേഹം ചെയ്തോട്ടെ, നല്ല കാര്യം, അങ്ങനെ തന്നെ അദ്ദേഹം മുമ്പോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷെ ഞങ്ങളുടെ വിഷയം, ഞങ്ങളുടെ കൺസേൺ അത് ഈ സംസ്ഥാനത്തെ പോലീസുമായി ബന്ധപ്പെട്ട, അത് ഈ സംസ്ഥാനത്തെ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട, KSRTC ബസ്സിൽ അവൾക്കൊപ്പം എന്ന് എഴുതി ഒട്ടിച്ചാൽ പോരാ, അവൾക്കൊപ്പം നിൽക്കാൻ തണ്ടലുണ്ടാവണം പിണറായി വിജയൻ സർക്കാരിന് എന്നുള്ള നിലപാടാണ് ഞങ്ങൾ പറയുന്നത്.